ടി.പി. ശശികുമാർ ഒരു സ്പേസ് സയന്റിസ്റ്റിൽ തുടങ്ങി ഒരുപാട് പ്രൊഫൈലുകളുണ്ട്. നമ്മളത് പറഞ്ഞു തുടങ്ങുമ്പം നമ്മുടെ ശ്രോതാക്കൾക്ക് അത് വ്യക്തമാകുന്നതുകൊണ്ട് ആദ്യമേ ആമുഖമായിട്ട് പറഞ്ഞില്ല. ഒരുപാട് കാലം സർവീസിൽ, റെഗുലർ സർവീസിൽ വർക്ക് ചെയ്തു. നമ്മൾ സാധാരണ ഒരു റിട്ടയർമെന്റ് ലൈഫ്, റെസ്റ്റ് എടുക്കുന്നൊരു രീതി നമുക്കുണ്ടാകുമ്പോൾ അതിലൊന്നും ഇല്ലാതെ റെസ്റ്റ്ലെസ് ആയിട്ട് ആക്റ്റീവായിട്ട് സൊസൈറ്റിയിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ പുതിയ ലോകത്തിന്, പുതിയ കാലത്തിന് ആവശ്യമായ കുറേ കാര്യങ്ങൾ, ലൈഫ്, അതുപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അപ്പോൾ കരിയർ കൺസെപ്റ്റൊക്കെ മൊത്തം മാറി വരുന്നൊരു കാലമാണ് ഇവിടെ. അപ്പോൾ ഈ പുതിയ കാലത്തിൻ്റെ ഒരു റിക്വയർമെൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് അങ്ങയുടെ അനുഭവങ്ങൾ, അറിവുകൾ ഞങ്ങളുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുന്നതിൽ വലിയധികം സന്തോഷമുണ്ട്. റേഡിയോ മലബാറിന്റെ സ്റ്റുഡിയോയിലേക്ക് വളരെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ഒരുപക്ഷെ ടി.പി. ശശികുമാർ, ഡോക്ടർ ടി.പി. ശശികുമാർ എന്നുള്ള പേര് കൊണ്ട് ശ്രോതാക്കൾ പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല. പക്ഷേ അവരെ സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും ഒരുപാട് വിവരങ്ങൾ കിട്ടും. എങ്കിലും ശ്രോതാക്കളോട് ഒരു പ്രൊഫൈൽ പറയാൻ പറഞ്ഞാൽ അങ്ങയുടെ മേഖലകൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ട്? ഏതായാലും നന്ദിയുണ്ട് കൃഷ്ണകുമാർ, ഒരു ഷോർട്ട് വിസിറ്റിന് മട്ടന്നൂർ വന്നപ്പോൾ എന്തായാലും ഇവിടെ വരാൻ പറ്റിയതും ഇങ്ങനൊരു കമ്മ്യൂണിറ്റി റേഡിയോ ഉള്ളത് ഞാനും അറിയില്ല. ഓക്കെ, ഞാൻ ഡോക്ടർ ടി.പി.എസ്. ഹൈദരാബാദിലാണ് താമസം. ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വളണ്ടിയർ റിട്ടയർമെന്റ് എടുത്തതാണ്. 2009 9 കൊടുത്തു, 10 ഞാൻ ഐ കെയിം ഔട്ട്. എക്സാക്ട് 20 years പെൻഷൻ കിട്ടുന്ന ഗ്യാരണ്ടി ഉള്ളപ്പോൾ തിരിച്ചു വന്നു. ആ സമയത്ത് ഞാൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലാണ്. ഞാൻ റോയുടെ ഭാഗമാണ്, സ്പേസ് അപ്ലിക്കേഷൻസ് ഫോർ ഇന്റലിജൻസ്. അപ്പൊ ഡൽഹിയിൽ മൻമോഹൻ സിംഗിന്റെ കൂടെ ഉണ്ടായിരുന്നു 2 കൊല്ലം. അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ആണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഏറ്റവും മുതിർന്ന പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. അവിടെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു, PM. അതിന് മുമ്പ് കുറെ അത്തരം അവിടെ വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജിക് അനാലിസിസ് ആൾക്കാരെ പഠിപ്പിക്കുക, സ്പേസ് ഇമേജ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് അതിനെ എന്തൊക്കെ യൂസുകൾക്ക് ഉപയോഗിക്കാം എന്ന് കണ്ടുപിടിക്കുന്ന ആദ്യ ചില ഗവേഷണങ്ങളൊക്കെ ആയിരുന്നു. അതിലിപ്പോ വീരപ്പന്റെ പിടിക്കാനുള്ള സംഭവം, കാർഗിൽ വാർ, അഫ്ഗാനിസ്ഥാൻ എയർക്രാഫ്റ്റ്, അങ്ങനെ കുറെ വ്യത്യസ്തമായ സംഭവങ്ങളിലൊക്കെ ഇടപെടാനും അതിലൊക്കെ വർക്ക് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. കാർഗിൽ വാർ വളരെ ആക്റ്റീവായിട്ട്, അതായിരുന്നു ഏറ്റവും നല്ലൊരു വലിയൊരു പ്രോജക്റ്റ് എന്ന് പറയാൻ കാരണം. പിന്നെ അതിനിടയിൽ കൊടുക്കുന്ന ഈ കുറെ ഹോളിഡേയ്സും പരിപാടികളും ഒക്കെ ഇത്തരം കുറെ ഇന്ററാക്ഷൻസും കുട്ടികളുമായിട്ടുള്ള സംവാദങ്ങളും. പിന്നെ ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ കണ്ണൂർ, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ എൻ്റെ നാട്ടിലെ കുറെ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നല്, അതാണ് എന്നെ അക്കാഡമിക്സിലേക്കും. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടി കേരളത്തിൽ ഞാൻ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടറായിട്ട് കോഴിക്കോട് വന്നു. ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടർ ആവുക എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു 1-2 കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അക്കാഡമിക്സിനോടുള്ള എന്റെ ആ പാഷനാണ് എന്നെ അവിടുന്ന് വിട്ടത്. പിന്നെ ആ ഒരു പ്രായത്തിൽ പുറത്തു വരുമ്പോൾ പിന്നെ ചെയ്യാവുന്നത് അക്കാഡമിക്സിൽ, അപ്പോൾ കുറച്ചു കാലം MBA പ്രൊഫസർ ആയിരുന്നു, കുറച്ചു കാലം മാത്തമാറ്റിക്സ് പ്രൊഫസർ ആയിരുന്നു, കുറച്ചു കാലം ഒരു യൂണിവേഴ്സിറ്റിയുടെ കുറെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഉണ്ടായിരുന്നു. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഇപ്പൊ ഞാൻ IGFI എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ക്യാൻവാസുള്ള അവരുടെ ദ പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് ആണ്. എന്ന് വെച്ചാൽ എനിക്ക് IGFI ഏത് സെന്ററിലും ക്ലാസ് എടുക്കാം. ICFI എന്ന് പറയുന്ന ഇന്ത്യൻ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, അവരുടെ പണ്ട് നാഷണൽ കോളേജസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടായിരുന്നു അവർക്ക്. അത് കഴിഞ്ഞപ്പോൾ അവർ യൂണിവേഴ്സിറ്റി സെറ്റപ്പിൽ വന്ന സമയത്ത് ഹൈദരാബാദിൽ MBA അഡ്മിഷൻസ് മാത്രം ഏകദേശം 1700 ആണ്. അപ്പോൾ സിക്കിം മുതൽ ഹൈദരാബാദ് വരെയുള്ള സെന്ററുകളിൽ കുറെ സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ PhDക്ക് ഗൈഡ് ചെയ്യുക, അവർക്ക് ടീച്ചേഴ്സിന് ഓറിയന്റേഷൻ കൊടുക്കുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ആക്ടിവിറ്റി. ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് കേൾക്കുന്നവർക്ക് ഒരു കൗതുകമുള്ളൊരു ചോദ്യമാണ്. സ്പേസ് ടെക്നോളജിയെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു, പ്രത്യേകിച്ചും കാർഗിൽ വാർ, വീരപ്പന്റെ ഫൈൻഡിങ്. റോ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് ചില പരിമിതികളുണ്ടെന്ന് അറിയാം. ആ പരിമിതികൾക്കുള്ളിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു കാർഗിൽ വാറിന് വളരെ നന്നായിട്ട് ഇടപെടാൻ സാധിച്ചെന്ന് പറഞ്ഞു? വീരപ്പൻ എന്നൊരാളെ പിടിക്കാൻ ഏതൊക്കെ തരത്തിലാണ് അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചത്? ഈ കാർഗിൽ വാറിൽ നമ്മൾ സോൾജേഴ്സിന് പോകണം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന സ്ഥലത്താണ് സോൾജേഴ്സ്, അത് നമ്മുടെ ഈ വിസിബിലിറ്റി അല്ല, കാരണം മൗണ്ടനസ് ടെറൈൻസ് ആണ്. അപ്പോൾ ഈ ഭാഗത്ത് നോക്കിയാൽ നമ്മൾ അവരെ കാണുന്നില്ല.
പിന്നെ എയർക്രാഫ്റ്റ് പറക്കുന്നതൊക്കെ വളരെ റിസ്ക്കിയാണ്. അപ്പൊ ഈ സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിച്ചെടുക്കുന്ന പടം ഇന്ന് നമ്മൾ ഗൂഗിൾ മാപ്പിൽ കൃത്യമായിട്ട് കാണാം. അപ്പൊ നമ്മളടുത്തുള്ള സാറ്റലൈറ്റ് ഇമേജ് എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പിൽ ഈ ഡ്രൈനേജ് ലീക്ക് ഉണ്ടോ റോഡിലൊന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്ന റെസൊല്യൂഷനിലാണ്. അത്രയും കൃത്യമായിട്ട് സംഭവങ്ങളാണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മൾക്കില്ലാത്ത സമയത്ത് ഞാൻ ആദ്യം ഉപയോഗിച്ചൊക്കെ ഫ്രഞ്ച് സാറ്റലൈറ്റ് ആണ്, പിന്നെ റഷ്യൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇമേജ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അതിനെക്കുറിച്ച് കുറെ വ്യത്യസ്തമായി പഠിച്ച് ഇന്ന ഭാഗത്താണ് ഇന്ന ആൾക്കാർ മൂവ് ചെയ്യുന്നത്, അവിടെ എന്തിനാണ് അവരിങ്ങനെ സെറ്റിൽ ചെയ്യുന്നത്, അങ്ങനെ ഏത് സംഭവങ്ങൾക്കും ആദ്യം കുറെ മൂവ്മെന്റ്സ് ഉണ്ടാവും. അത് നമുക്ക് വളരെ എളുപ്പം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഒന്നുകിൽ നമുക്ക് സ്പൈയിങ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ സേഫ് ഗാർഡ് ചെയ്യാൻ നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളിൽ എങ്ങനെ മൂവ്മെന്റ് കണ്ടുപിടിക്കാം. വീരപ്പനെ പിടിക്കുന്ന സമയത്ത് ഏതൊക്കെ റോഡുകളിലാണ് അയാൾ രക്ഷപ്പെടാൻ നോക്കിയാൽ നമ്മൾ കർണാടകയും തമിഴ്നാടും കേരളയും തമ്മിലുള്ള ഒരു ബൗണ്ടറിയാണ്. അപ്പൊ മുകളിൽ നോക്കിയാലേ നമ്മൾ കൃത്യമായിട്ട് കാണുള്ളൂ. ഫോറസ്റ്റ് ആയതുകൊണ്ട് അതെ, അത് പക്ഷെ നല്ല ഹൈ റെസൊല്യൂഷനിൽ ചെറിയ ലീനിയർ ആയിട്ടുള്ള ചെറിയ റോഡുകൾ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് കുറെ അതിനായി ഇന്റർപ്രിട്ടേഷൻ പറയാം. അപ്പൊ ഞാൻ ഇമേജ് പ്രോസസിംഗ് മാനാണ്. ഇമേജ് പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വാഴയുടെ താഴെ എന്ത് കൃഷിയാ ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണ ഫോട്ടോയിൽ പറ്റില്ല, ട്രാൻസ്പെറന്റ് അല്ല. പക്ഷെ ട്രാൻസ്പെറന്റ് അല്ലെങ്കിലും അതിന്റെ ഒരു സിഗ്നേച്ചർ കൊണ്ട് നമുക്ക് താഴത്ത് എന്തൊക്കെയുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതിനാണ് ഇന്റർപ്രിട്ടേഷൻ. ഇപ്പൊ നമ്മളിപ്പോ ഈ വരുന്ന റോഡ് രണ്ട് ഭാഗത്തും മരങ്ങളാണ്, ഒരിക്കലും മുകളിൽ നോക്കിയാൽ കാണില്ല. രണ്ട് ഭാഗത്തും മരങ്ങൾ ചോലുണ്ട്. പക്ഷെ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ടാർ റോഡിന്റെ ടെമ്പറേച്ചറും പുറത്തുള്ള ടെമ്പറേച്ചറും വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന സാറ്റലൈറ്റ് ഇമേജിൽ ടെമ്പറേച്ചർ ഇമേജ് വരും. അപ്പൊ കൃത്യമായിട്ടൊരു റോഡ് കാണും നമ്മൾ. അപ്പൊ ഏത് സംഭവം പോസിബിൾ ആണ്. അതെ, നമുക്ക് മാത്രമേ പറ്റുള്ളൂ, സാധാരണ പറ്റില്ല. ഇപ്പൊ നമ്മളിപ്പം എവിടെ ഫിഷ് കിട്ടും, അതിന് നമുക്ക് ഓഷ്യൻ സാറ്റലൈറ്റ് ഉണ്ട്, സാറ്റലൈറ്റ് ഉണ്ട്. പക്ഷെ ആ സാറ്റലൈറ്റ് ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ ഒരു എക്സ്പെർട്ടൈസ് വേണം. അത് നമ്മൾ കൃത്യമായിട്ട് പറയും. തലശ്ശേരി ഇത്ര കിലോമീറ്റർ, കണ്ണൂരിൽ ഇത്ര കിലോമീറ്റർ പോയാൽ അവിടെ നാളെ രാവിലെ പോയാൽ നിങ്ങൾക്ക് ഫിഷിനെ കിട്ടും നമുക്ക് പറയാൻ പറ്റും. സാറ്റലൈറ്റ് ടെക്നോളജി അപ്പൊ എവിടെ സെറ്റിൽ ചെയ്യുന്നു കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് നോക്കിയിട്ട് നമ്മൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെന്റ് ജിയോളജിയിൽ ഉണ്ടാവും, പിന്നെ ലാൻഡ് സർവേയിൽ ഉണ്ടാവും, ട്രാഫിക്കിൽ ഉണ്ടാവും. അങ്ങനെ എല്ലാ സംഭവങ്ങളെയും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ സാംസങ് ടെക്നോളജിയിൽ ഒരുപക്ഷെ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം സ്പേസ് ടെക്നോളജിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫോർമർ പ്രസിഡന്റ് അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ്. ഇപ്പൊ അടുത്താണെങ്കിൽ സോമനാഥൻ സാറിന്റെ ആദിത്യ അല്ലെ, ചന്ദ്രയാൻ, ഇങ്ങനെ ഒരുപാട് ലോകത്തിൽ തന്നെ നമ്പർ 1, 2 ആയിക്കൊണ്ടിരിക്കുന്ന അച്ചീവ്മെന്റ് നമ്മൾ നേടിക്കൊടുക്കുക. ഇത്തരം ഒരു വലിയ നേട്ടത്തിലേക്ക് ISRO ആണെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങളുടെ പ്രവർത്തന മേഖല ബന്ധമുണ്ടായിരുന്നു. ഒരു ആദ്യം പറഞ്ഞത് അബ്ദുൽ കലാമിന്റെ പേരാണ്. അബ്ദുൽ കലാം 18 വർഷം കഴിഞ്ഞപ്പോൾ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് വിട്ട് ഡിഫൻസിൽ പോയ ആളാണ്. പക്ഷെ എന്നാലും ലോകം പറയാതെ സ്പേസ് സയന്റിസ്റ്റാണ്. കാരണം ഇതിൽ നിന്ന് പഠിച്ച കുറെ സംഭവങ്ങളാണ് ഡിഫൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ സ്പേസ് വിട്ടിട്ടും അതാണ് ബേസ്, അദ്ദേഹത്തിന്റെ ടാഗ് പോയിട്ടില്ല. അതുപോലെയാണ് ഒരു പ്രോജക്റ്റും ഒരു ചെയർമാൻ ചെയ്യാൻ പറ്റുന്നതല്ല. സോമനാഥനല്ല ഇതൊന്നും ചെയ്യുന്നത്. സോമനാഥൻ ഇന്ന് നമ്മളൊരു റോക്കറ്റ് അയക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കം 20 കൊല്ലം മുമ്പായിരിക്കും. അപ്പൊ അതിനു മുമ്പ് UR റാവു, അതിനുശേഷം കസ്തൂരി രംഗൻ, അതിനുശേഷം മാധവൻ നായർ, അതിനുശേഷം രാധാകൃഷ്ണൻ. ഇതൊരു കണ്ടിന്യൂസ് പ്രോജക്റ്റാണ്. അപ്പൊ ഇസ്രോയുടെ സക്സസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെക്രട്ടറി എന്ന് പറയുന്നത് സാധാരണ ഡിപ്പാർട്ട്മെന്റിൽ IAS-കാരാണ്. അപ്പൊ അവർക്ക് മുമ്പുള്ള IAS ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഉണ്ടാവില്ല. ഇസ്രോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഏജൻസിയുടെ ടോപ്പിലിരിക്കുന്ന ആൾ സയന്റിസ്റ്റാണ്. അപ്പൊ അവർക്ക് എപ്പോഴും ഫുൾ കൺട്രോൾ ഉണ്ട്. ശരിക്കും ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ശേഷനാണ്. TN ശേഷൻ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ ഇങ്ങനെയുള്ള സയന്റിസ്റ്റുകളാണ് ഇതിന്റെയൊക്കെ പ്രോജക്റ്റുകൾക്ക് നമുക്ക് സാങ്ഷന് പോണ്ട, നമ്മുടെ ഫണ്ടുകളൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഈ ഗവൺമെന്റിൽ സാധാരണ ഏറ്റവും ടോപ്പിൽ ഒപ്പിട്ടാലേ സാങ്ഷൻ പറ്റുള്ളൂ. അയാൾക്ക് ബാക്കിയുള്ള കംപ്ലീറ്റ് പ്രോജക്ട് ബാക്കിയുള്ളവർക്ക് വിട്ടുകൊടുക്കാം. അപ്പൊ നമ്മളൊക്കെ റെസ്പോൺസിബിൾ ആണ്, ഡീസെൻട്രലൈസ്ഡ് വേ ആണ്. അപ്പൊ ഞാനൊക്കെ ചേർന്ന് കഴിഞ്ഞ് ഞാനൊരു പുതിയ സെന്റർ തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഡയറക്ട് റിക്രൂട്ട് സയന്റിസ്റ്റ് ഞാനാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് പോലും അറിയില്ല. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ നമ്മൾ പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക. അപ്പൊ ആ സമയത്ത് എന്താണ് ലോകത്തില്, അതിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അതിലൊരു ഫണ്ടിന്റെ പ്രശ്നമില്ല, നമ്മുടെ ഡെഫിനിഷന്റെ പ്രശ്നമില്ല. അപ്പൊ റിയൽ സയന്റിസ്റ്റ് എന്ന് പറയില്ലേ, ബാക്കിയുള്ളവരൊക്കെ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരാൾ പറയുമ്പോൾ മക്കളൊരു കേട്ടിട്ടാണ്. നമ്മളങ്ങനെയല്ല. നമുക്ക് കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇന്നൊക്കെ ചെയ്താൽ നന്നാവും എന്ന് തോന്നുമ്പോൾ ഉടനെ അത് ചെയ്യും.
അങ്ങനെ പുതിയ പുതിയ കുറേ പ്രോജക്റ്റുകൾ കണ്ടുപിടിക്കാനും തുടങ്ങാനും അതിനൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ ഒരു ഭാഗ്യം. VRS കാരണം എന്ന് വെച്ചാൽ ഞാൻ കാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററുടെ കൂടെ ഇരിക്കുമ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിക്കാൻ എനിക്ക് പറ്റില്ല, കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ 24 hours 365 days ബിസി. എനിക്ക് സൊസൈറ്റി ആയിട്ട് 2-2.5 വർഷം അവിടെ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് ഞാൻ കമ്മ്യൂണിറ്റി ആയിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല, കുറേ റെസ്ട്രിക്ഷൻസ് വരും. ഞാനൊരു സോഷ്യൽ ബീയിങ് ആണ്. അപ്പൊ എന്റെ ഒരു ഇൻക്ലിനേഷൻ എപ്പോഴും ഇപ്പം നമ്മളിപ്പോൾ 70 വയസ്സ് വരെ ഞാൻ ഇരുന്ന സമയത്ത് ഡയറക്ടറായിട്ട് ഇരുന്ന വാംചു എന്ന് പറയുന്ന ഒരാൾ 77-ാമത്തെ വയസ്സിൽ ഗോവ ഗവർണറായ ആളാണ്. അപ്പോൾ 77-ാം വയസ്സിൽ ഗോവ ഗവർണറായി 80-ാമത്തെ വയസ്സിൽ ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ നാട്ടിൽ വരാൻ പറ്റില്ല, എനിക്ക് എന്റെ നാട് കാണാൻ പറ്റില്ല, എന്റെ കുടുംബം പറ്റില്ല, എനിക്ക് അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് മതി, ഇതിലൊക്കെ ഇപ്പം അപ്പുറത്തോടെ എത്താനാണ്. ഒരു വ്യത്യസ്തമായ ഒരു ഒബ്സർവേഷനാണ് സ്പേസിന്റെ ഒരു വല്ലാത്തൊരു മേഖലയിൽ നിന്ന് സോഫ്റ്റ് ലോഞ്ചിങ് എർത്തിലേക്ക് വരികയാണ്. അക്കാഡമിക് മേഖലയിൽ സൊസൈറ്റിയോട് കൂറുപുലർത്തണം, സമൂഹമായിട്ട് ബന്ധപ്പെടണമെന്നൊരു ആഗ്രഹം. ആഗ്രഹം ഒരു പക്ഷേ സാധാരണക്കാരനെ കേൾക്കുമ്പം തീർത്തും തെറ്റായൊരു തീരുമാനമായിരുന്നു തോന്നിപ്പോകും. കാരണം അങ്ങനെ PM ഓഫീസിൽ റോണ്ട് അതുപോലെ ഒരുപാട് ഉന്നത തലങ്ങളിൽ പ്രവർത്തിച്ച ഒരാള് ജനങ്ങളെ സേവിക്കാൻ, സൊസൈറ്റിയെ സേവിക്കാൻ വേണ്ടി ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അതൊരു പടിയിറക്കാണോ അങ്ങനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സ്ഥാനക്കയറ്റമായി തോന്നി? ഞാനിപ്പം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഏത് ഓഫീസർ ചെയ്യുന്നത് പോലെയും അല്ലെങ്കിൽ കുറച്ചും കൂടി സ്മാർട്ടായിട്ട് എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പുറത്ത് വന്നതുകൊണ്ട് കുറേ നല്ല വിദ്യാർത്ഥികളെ ഞാൻ ടച്ച് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എന്റെ പേര് ഡോക്ടർ TP ശശികുമാർ എന്നാണ്. ഞാൻ TPS എന്നാ പറയാ, ടീച്ചേഴ്സ് പാരന്റ് സ്റ്റുഡൻസ് എന്നാണ്. അപ്പോൾ 1 മില്യണിലധികം, അത് ഇന്ത്യൻ ഓഷൻ കടന്ന് ഫിജി വരെ, ഇപ്പുറത്തെ ഭാഗത്ത് അമേരിക്ക, ലണ്ടൻ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലാസ്റ്റ് ലണ്ടനിൽ പോയത് എന്റെ 200 കുട്ടികളുടെ ഗെറ്റ് ടുഗദറാണ്. ആ 200 കുട്ടികൾ ഇവിടെ നിന്ന് മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്ന കുട്ടികളെ അവിടെ ടീച്ചേഴ്സ് ആക്കിയിട്ട് മാറ്റാണ് ഞാൻ. അവര് അവിടെ ട്യൂഷൻ എടുത്തിട്ട് പോക്കറ്റ് മണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ തലത്തിൽ എത്തിക്കണം. അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എക്സ്പെരിമെന്റേഷൻ. ഞാൻ 40 ബുക്ക് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ. അത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷന്റെ മാത്രം 4 ബുക്സ്, ട്രെയിനിങ് പ്രോഗ്രാം ഫോർ ടീച്ചേഴ്സ്. A to Z ആണ് അതിന്റെ ചാപ്റ്റർ ഹെഡിങ് അടക്കം. അംബീഷ്യസ് ബിഗിനിങ് എന്നാണ് തുടങ്ങുന്നത്, A B ബിഗിനിങ്, അങ്ങനെ Z വരെയുള്ള 26 ചാപ്റ്ററുകൾ, ഏകദേശം 800 ആവും. കോവിഡ് വലിയൊരു ഗിഫ്റ്റാണ് എനിക്ക്. കാരണം ആ സമയത്ത് എനിക്ക് ഇരുന്ന് എഴുതാൻ പറ്റി. പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് നടക്കാൻ പറ്റാത്തൊരു കാലം വന്നാൽ എഴുതണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിവേകാനന്ദന്റെ കൊട്ടേഷൻസ് ഒക്കെ അങ്ങനെയാണ്. കാരണം മിക്കവാറും ഇരുന്ന് എഴുതുന്നുണ്ടാകുന്ന ഒരു പ്രചോദനം ഉണ്ടല്ലോ, നമ്മൾ കവിത എഴുതുക അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ എഴുതുക, അങ്ങനെ വ്യത്യസ്തമായ കവിത. ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത് 21st century എഡ്യൂക്കേഷൻ കുറേ വാക്ക് കേട്ടിട്ടുണ്ടാവും. സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 കൊല്ലാണ്, എഡ്യൂക്കേഷൻ 100 കൊല്ലത്തേക്കുള്ള അല്ല. അതുകൊണ്ട് ഞാൻ പറയാലോ 3rd decade of 21st century എന്നാണ്. നിങ്ങൾ ഗൂഗിളിൽ 3-2-1 വേൾഡ് എന്ന വാക്ക് നോക്കിയാൽ ഡോക്ടർ TPS എത്തുള്ളൂ. കാരണം 3rd decade of 21st century, that is 3-2-1 വേൾഡ്. ആ ഒരു ചിന്ത എഡ്യൂക്കേഷൻ നമുക്ക് 10 കൊല്ലത്തിൽ നമുക്ക് എങ്ങനെ മാറ്റിമറിക്കാൻ പറ്റും? ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നേയില്ല. കാരണം ആർക്കും അറിയില്ല എങ്ങനെ ടീച്ചേഴ്സിനെ മാറ്റണമെന്ന്. അപ്പൊ നമ്മൾ ടീച്ചേഴ്സിനെ മാറ്റണമെങ്കിൽ വ്യത്യസ്തമായ ഒരു ശൈലിയിൽ അവരെ മാറ്റിയെടുക്കാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണം. അത് ഇന്ത്യയിൽ പല സ്ഥലത്തും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ലുധിയാനയിലായിരുന്നു, അതിനു മുമ്പ് ഡൽഹിയിലായിരുന്നു, ഈ മാസം ഞാൻ കൊൽക്കത്തയിലാണ്, അത് കഴിഞ്ഞാൽ ശ്രീലങ്കയിലാണ്, അത് കഴിഞ്ഞാൽ ബംഗാളിൽ വരുന്ന സമയത്ത് ടിബറ്റിൽ നിന്നും നേപ്പാളിൽ നിന്നും ബർമയിൽ നിന്നും ഒക്കെ ടീച്ചേഴ്സ് വരും പഠിക്കാൻ. അപ്പൊ നമ്മൾ വ്യത്യസ്തമായ സംഭവങ്ങളിൽ സമൂഹത്തിന് എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ അതിനുള്ള കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നതല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ. ഞാൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ ഇരുന്ന ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പെർമിഷൻ എടുക്കണം, അതും നമുക്ക് പറ്റില്ല. കാരണം ഏറ്റവും ഹയസ്റ്റ് ബോസിന്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ടെറിഫൈങ് ആണ്. കാരണം ഒരു ചെറിയൊരു ആബ്സെൻസ് മതി നമ്മളെ അങ്ങനെ. ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ടൈം. അല്ല ജീവിതത്തിൽ ഏറ്റവും വലിയ ലിബർട്ടി എന്ന് പറയുന്നത്. എന്റെ സമയം ബാക്കിയുള്ളവരുടെ കയ്യിലാണോ, എന്റെ സമയം എന്റെ കയ്യിലാണോ വേണ്ടത്? എന്റെ സമയം എന്റെ കയ്യിലുണ്ടാകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ചെയ്യാൻ പറ്റും, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാം. അങ്ങനെ അക്കാഡമിക് മേഖലകൾ ഒരുപാട് 40ഓളം പുസ്തകങ്ങൾ, A to Z ചാപ്റ്റേഴ്സ്, മില്യൺസ് ഓഫ് സ്റ്റുഡൻസ് വേൾഡ് വൈഡ്. സ്റ്റുഡൻസ് എന്നല്ല, ഓരോ സ്റ്റുഡന്റിനും ഒരു ടീച്ചറാണെന്ന്. ഏതൊക്കെ ടോപ്പിക്കാണ്, സബ്ജക്റ്റുകളിലേക്കാണ്? ഞാൻ സാധാരണ പറയാനുള്ളത് LIFE, ലൈഫ് എന്നാണ്. ലിവ് ഇൻ ഫുൾ എൻജോയ്മെന്റ്, ലേൺ ഇൻ ഫുൾ എൻജോയ്മെന്റ്. അത് ഏജ് 3 മുതൽ എന്ന് പറഞ്ഞാൽ നഴ്സറി പോകുന്ന കുട്ടികൾ മുതൽ
PhD വരെയുള്ള കുട്ടികളുണ്ടെങ്കിൽ. അപ്പൊ ഓരോ സബ്ജക്റ്റുകളും നമ്മൾ എങ്ങനെ പഠിക്കുമെന്ന് പഠിപ്പിക്കുമ്പോഴാണ് അവർക്ക് എളുപ്പം പഠിക്കാം. ഇപ്പൊ നമ്മളെ ടീച്ചർമാർ സാധാരണ ചെയ്യുന്നത് ഈ റൂട്ടിൽ എങ്ങനെ സൈക്കിൾ ഓടിക്കണം, ആ റൂട്ടിൽ എങ്ങനെ സൈക്കിൾ ഓടിക്കണം എന്നാണ്. സൈക്കിൾ ഓടിക്കാൻ അവർ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇതുവരെ കാണാത്ത എന്റെ കുറെ കുട്ടികളുണ്ട്. അവര് ചിലപ്പോൾ അവരുടെ അച്ഛനോ അമ്മയോ ഏതെങ്കിലും ബന്ധുക്കളോ ടീച്ചർമാരോ പറഞ്ഞ് റെഫർ ചെയ്ത് അവർക്ക് എവിടെ ചേരണം, +2 കഴിഞ്ഞ് എവിടെ ചേരണം. അപ്പൊ ഞാൻ ഒരു കുട്ടിയോട് പറഞ്ഞു, നീ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇൻട്രസ്റ്റും ഒക്കെ വെച്ചിട്ട് MBBS പോകണോ ഐസറിന് പോകണോ എന്നാണ് ചോദിക്കണത്. ഞാൻ ഐസറിന് പോയാൽ മതി പറഞ്ഞാൽ നല്ല ധൈര്യം വേണ്ടേ, MBBS പോകണ്ട. അപ്പൊ ഫാമിലിയൊക്കെ MBBS ആണ്, കാരണം അതാണ് ഒരു ട്രഡീഷൻ. അല്ല, ഇയാൾക്ക് പറ്റിയത് ഐസറാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ കുട്ടിക്ക് കൊടുത്തത് ഫർസാന എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുട എന്റെ വൈഫിന്റെ വീട്. ആരോ പറഞ്ഞ് റെഫർ ചെയ്തിട്ട് വിളിച്ചാണ്. ആ കുട്ടിക്ക് ഞാൻ കൊടുത്തത് ലോകത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിലേക്കുള്ള റെഫറൻസ് ലെറ്ററാണ്. അപ്പൊ നമ്മുടെ റെഫറൻസ് ലെറ്ററിന് ക്രെഡിറ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ മ്യൂണിച്ചിൽ പോകും, അല്ലെങ്കിൽ ജർമ്മനിയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ ആ ഫീൽഡിൽ റിസർച്ച് ചെയ്യാൻ പറ്റുക. അങ്ങനെ എന്റെ കുട്ടികൾ ലോകത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ MIT-യിലൊക്കെ പഠിച്ച എന്റെ കുട്ടികൾ അതൊക്കെ ഒരു ക്രെഡിറ്റാ. അങ്ങനെ MIT ഇന്റർവ്യൂ ചെയ്യണം, എങ്ങനെയാണ് ഈ കുട്ടിയെ ഇങ്ങനെയൊക്കെ പഠിക്കാൻ പ്രാപ്തരാക്കിയെന്ന്. അപ്പൊ ഏത് നിലകളിലല്ല, നമ്മൾ ഏത് നിലകളിലായാലും. ഇപ്പൊ ഞാനിപ്പോ ഈ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തും സാറ്റർഡേ സൺഡേ ഞാനൊരു FM-ൽ വർക്ക് ചെയ്തിരുന്നു, 90.4 FM. അത് അക്കാഡമിക്സിലാണ്. അത് ചെയ്യാന്ന് വെച്ചാൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് അവർ കഴിയുന്ന മാളുകളിൽ പോയി അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് എന്റെ അടുത്ത് വന്നിട്ട് അവർ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയും. ആ സമയത്താണ് നമ്മുടെ മൂൺ മിഷൻ. അപ്പൊ ആ മൂൺ മിഷന്റെ ചോദ്യങ്ങൾ പബ്ലിക് എങ്ങനെയാണ് ഇതിനെ അഡ്രസ് ചെയ്യുന്നത്. അത് ഞാൻ ഡിപ്പാർട്ട്മെന്റ് സ്പേസിൽ ഇരുന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ സ്പേസിൽ ഉണ്ടായിരുന്നിട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ ഉണ്ടായിരുന്ന സമയത്താണ് മൂൺ ലാൻഡ് ചെയ്യുന്നത്. അന്ന് ഓൾ ഇന്ത്യ റേഡിയോയില് ഇന്ത്യയിലെ ഫുൾ ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഡിപ്പാർട്ട്മെന്റ് സ്പേസ് ഏർപ്പാടാക്കിയത്. അപ്പൊ അവർക്ക് അറിയാം എനിക്ക് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ ഉണ്ടെന്നുള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഏൽപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രസാദ് ഭാരതിയുടെ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ പലപ്പോഴും ഈ എന്തിനാ സാറ്റലൈറ്റ് അയക്കുന്നത്, എന്തിനാ മൂൺ അയക്കുന്നത്, ഹമ്മിദർ ബുക്കാമർ ആപ്ക്യും ബർബാദ് കർ റായ പൈസ എന്ന് ചോദിക്കുമ്പോ അവരോട് ഹിന്ദിയിൽ പറയാൻ പറ്റണ്ടേ അതിന് റീസൺ. അപ്പൊ അങ്ങനെ നമുക്ക് പബ്ലിക്കിനോട് പറയാൻ പറ്റുമെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട് ഈസ് ലാക്കിംഗ് ടുഡേ. അത് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റണം. ഇപ്പൊ നമ്മൾ ആലോചിച്ചു 8ാം ക്ലാസ്സിലെ കുട്ടികളുമായിട്ടുള്ള ഇന്ന് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. 8, 9, 10 ടീച്ചർമാർ എല്ലാവരും കൂടി ഒരു ക്ലാസ്സാണ്. 2 രാജ്യവും അതിന്റെ ക്യാപിറ്റലും അറിയാത്ത ആളാണ് 8ാം ക്ലാസ്. നമ്മുടെ വിദ്യാഭ്യാസം ആലോചിച്ച് നോക്കാം. A+ കിട്ടിയ കുട്ടിയാണ്, എല്ലാ വിഷയത്തിലും A+. ഒരു കൺട്രിയും അതിന്റെ ക്യാപിറ്റലും പറഞ്ഞ ഇന്ത്യ ന്യൂഡൽഹിയിൽ നിന്ന് കഷ്ടി പറയാം. അടുത്തൊരു രാജ്യവും ക്യാപിറ്റലും പറയാൻ പറഞ്ഞാൽ അറിയില്ല. അവരാണ് A+. ഇംഗ്ലീഷിൽ A+ കിട്ടിയ കുട്ടിയോട് ഞാൻ സർക്കിളിന്റെ സ്പെല്ലിംഗ് ചോദിച്ചപ്പോ SIRKL എന്നാ പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ പറയുമായിരുന്നു, നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാർക്കും റെക്കോർഡും സർട്ടിഫിക്കറ്റും ഒക്കെ മാറിയിരിക്കുന്നു. അതിൽ നിന്ന് മാറി അവരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയും ഏറ്റവും നല്ല പൊസിഷനിലേക്ക് അത് എല്ലാവരും എത്തിക്കാൻ പറ്റുന്നല്ല. അതിലുള്ള സ്പാർക്കുള്ളവർ ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് നയിക്കാൻ സാധിക്കുമെങ്കിൽ എനിക്ക് കുറേ ആൾക്കാരെ അവിടേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നലാണ് ഞാൻ ഈ യാത്രക്ക് തുടക്കം. നമ്മള് വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പറഞ്ഞ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരാണ് നമ്മുടെ കുട്ടികൾ, പുതിയൊരു ജനറേഷൻ. വിദ്യാഭ്യാസ രംഗം തന്നെ പല പരിഷ്കാരങ്ങൾ വരിക, അത് മറ്റൊന്ന് പരീക്ഷിക്കുക, പിന്നെ പരീക്ഷണ വസ്തുവായിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തുടരുന്ന വിദ്യാഭ്യാസ രീതിയാണെങ്കിലും എവിടെയാണ് ആ ഒരു പാളിച്ച വരുന്നത്? ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ 1947 ടിൽ ടുഡേ ഒരു മാറ്റമില്ല. ഞാൻ സാധാരണ പറയാറുള്ളത് മാറ്റം വന്നിട്ടുള്ളത് ബാക്കി ലോകത്താണ്. ഇന്നും ക്ലാസ് മുറികളിൽ ബ്ലാക്ക് ബോർഡും വൈറ്റ് ചോക്കുമാണ്. അത് ചിലപ്പോൾ വൈറ്റ് ബോർഡും കളർ ചോക്കും ആയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളെ പവർ പോയിന്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അതൊന്നുമല്ല വിദ്യാഭ്യാസത്തിലെ മാറ്റം. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ലുധിയാനയിൽ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ടീച്ചേഴ്സിനോട് ചോദിച്ചത്, അറിയാണ്ട് ഇങ്ങനെ പെട്ടെന്ന് ക്ലാസ് എടുക്കുമ്പോൾ വരുന്നതാണ്. പണ്ട് ബ്ലാക്ക് ബോർഡും ഉണ്ടായിരുന്ന സമയത്ത് അതിന്റെ മിനിയേച്ചറായ ഒരു ബ്ലാക്ക് സ്ലേറ്റും വൈറ്റ് പെൻസിലും ആയിരുന്നു ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ടീച്ചർമാർ ഉപയോഗിച്ചത് ബ്ലാക്ക് ബോർഡും വൈറ്റ് ചോക്കുമാണ്. അപ്പൊ ഇന്ന് സ്മാർട്ട് ബോർഡ് വരുമ്പോ എന്റെ കുട്ടികളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ അല്ലേ വേണ്ടത്? അതില്ലല്ലോ. അപ്പൊ നമ്മൾ ചെറിയ സംഭവങ്ങൾ മാറ്റി, പക്ഷെ അതിന് ആനുപാതികമായിട്ട് കുട്ടികളിൽ മാറ്റം ഉണ്ടായിട്ടില്ല. നമ്മൾ ഞാൻ പഠിച്ചു വളർന്നിരുന്നതിൽ ഇന്ന് മുതൽ ഉണ്ടായിരുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ CBSE സ്കൂൾസ്, ഇന്നൊരു കുട്ടിയോട് ചോദിച്ചു, ഞാൻ 7ാം ക്ലാസ് വരെ CBSE ആണ് പഠിച്ചത്. CBSEയുടെ ഫുൾ ഫോം സെന്റർ ബോർഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ് ആണ്. എങ്ങനെയാണ് 7ാം ക്ലാസ് വരെ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആവുക? അപ്പൊ CBSE എന്ന പേരിൽ തുറക്കുന്ന എല്ലാ സ്കൂളുകളും നഴ്സറി മുതൽ 8ാം ക്ലാസ് വരെ പബ്ലിക്കിനെ പറ്റിക്കല്ലേ?
ഇത് പബ്ലിക്കായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. അതെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും ചോദ്യം ചോദിക്കാനോ മാറ്റാനോ ഒന്നും ആരുമില്ല. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന ഒരു മാറ്റമില്ല. നമ്മൾ പണ്ട് സർവകലാശാല രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസിയും ഇത് നോക്കിയാൽ പണ്ട് യൂണിവേഴ്സിറ്റി തുടങ്ങി, അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ വെറ്റിനറി യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ്, മെഡിക്കൽ യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ്, എഞ്ചിനീയറിംഗ് അങ്ങനെയല്ല പണ്ടുണ്ടായിരുന്നത്. എല്ലാം കൂടി ഒരു ക്യാമ്പസിലായിരുന്നു. ആ കൺസെപ്റ്റിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഇന്ന് പറയുന്നത്. പണ്ട് കാലത്ത് കുറേ കുട്ടികൾ ഇടക്കിടക്ക് കൊഴിഞ്ഞു പോകും. അങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് പിന്നെ വേണമെങ്കിൽ പഠിക്കുവർ. ഇന്നിപ്പോ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 7ാം ക്ലാസ് കഴിഞ്ഞ് വേണമെങ്കിൽ നിർത്തിയിട്ട് പോയിട്ട് പിന്നെ 4ാമതിയാണ്. അപ്പൊ അതേ പണ്ട് പ്രാബല്യത്തിൽ വരുന്ന സംഭവമാണ് തിരിച്ചു വരുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ പുതിയത് ഇപ്പം SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വളരെ ഫേമസ് ആയിട്ട് വരുന്നുണ്ട്. UNDP എന്ന് പറഞ്ഞ് തുടങ്ങിയ യുണൈറ്റഡ് നേഷൻസിന്റെ പരിപാടിയുടെ പുതിയ പേരാണ് SDG. അത് നോക്കിയാൽ സർവർക്കും വിദ്യാഭ്യാസം, ഇപ്പോ സർവർക്കും നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പണ്ട് UNDP മോശം വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊരു ഫാഷനാണ്. 2015 UNDP നിർത്തി SDG തുടങ്ങി. ഇത് 2024 ആകുമ്പോഴും നമ്മൾ ഇതിന്റെ സെമിനാറേ നടത്തുന്നുള്ളൂ, പ്രാബല്യത്തിലൊന്നുമില്ല. ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരു മാറ്റവും വരില്ല. കാരണം ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാലും എല്ലാ നഴ്സറി പിള്ളേരും കോട്ടും ടൈ ഇട്ടിട്ട് പോകും. സെയിം ബുക്ക്, സെയിം പരിപാടി, സെയിം ടീച്ചർ, സെയിം ക്ലാസ്. ഒരു മാറ്റവും വരുന്നില്ല. അതാണ്. അത് വരണമെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് വരണം. ഞാൻ സാധാരണ പറയാനുള്ളത് ഗവൺമെന്റ് സ്കൂൾസ് ഒക്കെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ്, കാരണം അവർക്ക് പെൻഷൻ കിട്ടും, ശമ്പളം കിട്ടും. പ്രൈവറ്റ് സ്കൂൾസ് ഒക്കെ പാരന്റ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷെ കുട്ടികൾക്ക് വേണ്ടി നമുക്കിവിടെ സ്കൂളൊന്നുമില്ല. ശരിക്കും കുട്ടികളുടെ ആവശ്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള, അതാണ് ഞാനിപ്പോ ഗ്രാൻഡ്മ ചൈൽഡ് കെയർ ശിക്ഷ ഗുരുകുലം എന്നാണ് എന്റെ കൺസെപ്റ്റ്. ഇപ്പൊ സാധാരണ നഴ്സറി LKG പഠിക്കുന്ന കുട്ടി ഇരുന്നാല് നിൽക്കുന്ന ടീച്ചറുടെ ഏത് ഭാഗം കാണാൻ നമുക്ക് ഗസ് ചെയ്യാലോ, അവരുടെ കാലിന്റെ ഭാഗമല്ലേ കാണാം. അപ്പൊ രാവിലെ മുതൽ ഇരിക്കുന്ന ഒരു കുട്ടി ഒരു ടീച്ചറുടെ കാല് മാത്രം കണ്ടുകൊണ്ട് ക്ലാസ് കേട്ടാല് നമ്മൾ സാധാരണ എഡ്യൂക്കേഷൻ ടെക്നോളജി പറയാം. എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട്, എഡ്യൂക്കേഷനിലുള്ള ഒരു ബുക്കാണ്. ഞാൻ ഡയറക്ടർ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുള്ള സമയത്ത് ഞാനും അവിടുത്തെ ഒരു നസീമ എന്ന് പറയുന്ന എഡ്യൂക്കേഷന്റെ ഹെഡ് മുറിയുടെ ബുക്കാണ്. അപ്പൊ നമ്മൾ എഴുതുന്ന ബുക്കിൽ പറയുന്നത് അഡാപ്റ്റീവ് ആവണം, നമ്മുടെ ക്ലാസ് റൂം അഡാപ്റ്റീവ് ആണ്. ഞാൻ ഗ്രാൻഡ്മ എന്നുള്ള കൺസെപ്റ്റിൽ ഏതെങ്കിലും അമ്മൂമ്മമാര് കുട്ടികളോട് കഥ പറയുമ്പോൾ അമ്മൂമ്മ നിന്നിട്ട് കുട്ടികൾ ഇരിക്കുമോ? അമ്മൂമ്മ ഇരുന്ന് കുട്ടികൾ നിൽക്കുക ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത് ചെറിയ കാര്യങ്ങൾ, പക്ഷെ ഈ ചെറിയ കാര്യം ഉണ്ടല്ലോ ഉണ്ടാക്കാവുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ വലിയ മാറ്റമാണ്. അപ്പൊ എന്റെ ഗ്രാൻഡ്മ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം, GCCSG, Dr. TPS ശിക്ഷാ ഗുരുകുലം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ കുറേ ഡിസ്കഷൻസ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം അതൊരു ഗവൺമെന്റ് പോളിസി അല്ല, വേറെ NGO അല്ല. എന്റെ ഒരു ഇൻഡിവിജ്വൽ പല കോൺടാക്റ്റുകളും ഉപയോഗിച്ച് അവിടെ ഇവിടെയൊക്കെ ഇപ്പൊ മറ്റന്നൂർ വന്നു അതിന് വേണ്ടിയിട്ടാണ്. ലിറ്റിൽ ക്രിസ്റ്റൽ കിഡ്സ് സ്കൂളിൽ ഞാൻ 2 ദിവസം നടത്തുന്ന സെമിനാറിൽ ഗ്രാൻഡ്മ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലത്തിന്റെ സെന്റർ ആക്കിയിട്ട് മാറ്റുകയാണ്. അവിടെ നമ്മൾ 3ാം ക്ലാസ്സിലെ കുട്ടികളെ, 2ാം ക്ലാസ്സിലെ കുട്ടികളെ, 1ാം ക്ലാസ്സിലെ കുട്ടികളെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ല, എല്ലാവരും കൂടി ചെയ്യുന്ന കുറെ ക്രാഫ്റ്റും ആർട്ടും പഠനവും ഡിസ്കഷൻസും കളിയും ഒക്കെ കൂടി വരുമ്പോ എത്ര രസകരമായിട്ടായിരിക്കും പഠനം. അപ്പൊ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് മാറും, അവരുടെ സ്കില്ല് മാറും, അവരുടെ ഇപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ് ടു 7th ക്ലാസ് നോ മീ, നോ മൈ വേൾഡ്, നോ മൈ വേൾഡ് അറൗണ്ട് മൈ വേൾഡ്, ഇതാണ് എഡ്യൂക്കേഷൻ. പക്ഷെ ഇന്നതല്ല നടക്കുന്നത്. ഇപ്പൊ ഓക്ക് ട്രീ എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ആരും കണ്ടിട്ടില്ല ഓക്ക് ട്രീ. എന്നാൽ കശുവണ്ടി എന്ന് പറയുന്ന ഒരു മാവിന്റെ പടം ഇതിനകത്തില്ലല്ലോ, കാരണം ഇപ്പോഴും നമ്മൾ പഴയ ബ്രിട്ടീഷിന്റെ ബുക്ക് കോപ്പി ചെയ്തിട്ട് അവതരിപ്പിക്കണം. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. ഞാൻ ലണ്ടൻ ബ്രിഡ്ജ് എവിടെയാന്ന് ചോദിച്ചാല് നഴ്സറി ടീച്ചറിൽ ഒരു ടീച്ചർ ഇതുവരെ എനിക്ക് ഉത്തരം പറഞ്ഞിട്ടില്ല. എവിടെ ലണ്ടൻ ബ്രിഡ്ജ്? കൃഷ്ണകുമാറിന് അറിയോ? നമ്മുടെ നാട്ടിലല്ലേ ലണ്ടൻ ബ്രിഡ്ജ്? ലണ്ടനിലല്ല, ലണ്ടൻ ബ്രിഡ്ജ് പൊളിഞ്ഞു. ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്നാണ്. ആ ഫാളിംഗ് ഡൗൺ കഴിഞ്ഞ 200 കൊല്ലമായിട്ട് ഫാളിംഗ് ഡൗൺ അല്ലല്ലോ. ആ കവി എഴുതുന്ന സമയത്ത് ഫാളിംഗ് ഡൗൺ ആയ ലണ്ടൻ ബ്രിഡ്ജ് എപ്പോഴേ വീണിട്ടുണ്ടാവും. അത് വീഴുന്നതിന് മുമ്പ് അരിസോണയിലേക്ക് മാറ്റിയ അമേരിക്കക്കാര്. അപ്പൊ ഇന്ന് ലണ്ടൻ ബ്രിഡ്ജ് അമേരിക്കയിലാണ്. ഈ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് വിവരമില്ല, അവർക്ക് അറിയില്ല, ഇത് അവരിതുവരെ ചോദിച്ചിട്ടില്ല. അപ്പൊ ശരിക്കും വിദ്യാഭ്യാസത്തിൽ നമുക്ക് വേണ്ടത് കുട്ടികളോട് ചോദ്യം ചോദിക്കാനുള്ള കഴിവുണ്ടാക്കി എടുക്കുകയാണ്. അപ്പൊ ഞാൻ കുറേ സ്കൂൾസിൽ ലോകത്തിൽ പല ഭാഗത്തും ക്ലാസ് എടുക്കാൻ പറ്റും. അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ചോദ്യങ്ങൾ വരും, ബ്രിട്ടനിൽ പോയാൽ ചോദ്യം വരും, ഫിജിയിൽ പോയാലും ചോദ്യം വരും. പാകിസ്ഥാനിലെ കുറേ ആൾക്കാരെന്നെ ഇന്റർവ്യൂ എന്ന് കാണാം. പാകിസ്ഥാൻ ഡോക്ടർ TPS നടിച്ചാൽ എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അവിടെ ജനങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. ഇവിടുത്തെ ഒരു കുട്ടികളും ഒരു ചോദ്യം ചോദിക്കാണ്ടോ ചോദിച്ചാൽ ഇല്ല അവർക്ക്. കാരണം നമ്മൾ ടീച്ചേഴ്സ് അവരെ പഠിപ്പിക്കുന്നത് കീപ് ക്വയറ്റ് എന്നാണ്. അതാണ് ചോദിക്കേണ്ടത്. നമ്മളിപ്പോ ഒരു സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു,
നമ്മുടെ ഇന്ത്യയില് മറ്റ് ഒരുപാട് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് പ്രവൃത്തി പഠിച്ചുണ്ട്, അനുഭവം പഠിച്ചുണ്ട്. കമ്പയറിംഗ് ടു നമ്മുടെ രാജ്യത്തിന്റെ ഈ കുട്ടികളുടെ ഒരു കൺസെപ്റ്റ് എന്താണ്, അവരൊരു അംബീഷനും അവരെ പഠിക്കാനുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് അങ്ങയുടെ അനുഭവം? നമ്മുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ നല്ല ബുദ്ധിയുള്ളവരാണ് കുറെ പേര്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവാണ് സൗത്ത് ഇന്ത്യയിൽ. നോർത്ത് ഇന്ത്യയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്, അവർക്ക് സയന്റിഫിക് ആയിട്ടുള്ള ടെമ്പർ കുറവാണ്. അതൊരു ബേസിക് ഗ്യാപ്പാണത് നമ്മൾ സാധാരണ കാണുമ്പോൾ. ഇപ്പം അവർക്ക് നല്ലപോലെ ലാംഗ്വേജ് പറയാൻ പറ്റും. നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ലാംഗ്വേജ് അറിയില്ല. പക്ഷേ സയൻസിലും മാത്സിലും ഒക്കെ വേണമെങ്കിൽ, ഇപ്പം ഞാൻ ആന്ധ്രയിലാണ്, ഹൈദരാബാദിലാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത്, തെലങ്കാനയിലാണ്. ഏറ്റവും കൂടുതൽ മാത്സ് പഠിക്കാൻ കൈപ്പുള്ളായിട്ടുള്ള കുട്ടികൾ ആരാന്ന് ചോദിച്ചാൽ ആന്ധ്ര, തെലങ്കാന ഒക്കെയാണ്. ആ കുട്ടികൾ മിക്കവാറും അവരുടെ ഇന്നത്തെ എംബിഷൻ എന്ന് പറയുന്നത് അമേരിക്കയിൽ സെറ്റ് ചെയ്യാനുള്ളതാണ്. കേരളത്തിൽ നിന്ന് എനിക്ക് പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. കേരളത്തിൽ സംഭവിക്കാൻ പറ്റുന്നത് മേ ബി അനദർ 30-40 ഇയേഴ്സ്, ഒരു 30-40 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ ഒരു 50% ഓഫ് ദ ഹൗസസ് വിൽ ബിക്കം അബാൻഡൻഡ് എന്നാണ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് വളരെ ഇന്റീരിയർ ആയിട്ടുള്ള അത്തരം വില്ലേജുകളിലെ അല്ല, ജനറൽ ആയിട്ടുള്ള. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും TP രവിയും ഒക്കെ ഉള്ള കസിൻസ് ഉള്ള സമയത്ത് എന്റെ എല്ലാ അമ്മയുടെ ചേച്ചി അനിയത്തിമാരുടെ ഒക്കെ മക്കൾ അല്ല, ആ ഒരു കൺസെപ്റ്റ് എല്ലാവരും നമ്മൾ അങ്ങോട്ട് ഉണ്ടായിരുന്നതാണ്. അതിൽ ഒരാൾ മാത്രമേ അമേരിക്ക ഉണ്ടായിരുള്ളൂ. ഇന്ന് ഈ കസിൻ ബ്രദേഴ്സിന്റെ ഒക്കെ മക്കളെ നോക്കിയാൽ ആകെ 1-2 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും അമേരിക്കയിലും ലണ്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഓരോ സ്ഥലത്താണ്. അപ്പോൾ ഈ ജനറേഷൻസിന് ഇന്ത്യയിലുള്ള ഒരു മമത കുറഞ്ഞു. അതിന് ബേസിക് ആയിട്ടുള്ള കാര്യം, ബേസിക്കലി നമുക്ക് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, നല്ലൊരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ പലരും ഗൾഫിൽ നിന്ന്, ഞാൻ ഗൾഫിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തിട്ടുള്ള ഒരു ഇന്ത്യക്കാരൻ ഞാനായിരിക്കും. എല്ലാ പ്രിൻസിപ്പൽമാരും എന്റെ സ്റ്റുഡൻസ് ആണ്. കുവൈത്തിലൊക്കെ ഓരോ സ്കൂൾസിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ് നടക്കുമ്പോൾ ഓരോ സ്കൂളിലും ഓരോ ദിവസം ഹോളിഡേ ആണ്. അങ്ങനെ കുവൈത്തിൽ 17 ദിവസം ഹോളിഡേ കൊടുത്ത ഏതോ ടീച്ചർ ഞാനായിരിക്കും. ഞാൻ ഈ സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഹോളിഡേ ആണ്, അവിടുത്തെ ടീച്ചേഴ്സ് ഞാൻ ട്രെയിൻ ചെയ്തു. അവരൊക്കെ ഞാൻ ചോദിക്കും, കേരളത്തിലുള്ളവരാണ് മിക്കവാറും ആൾക്കാരെന്ന് വിചാരിക്കാം. അപ്പൊ അവർ ചോദിച്ചാൽ എവിടെ പഠിക്കാൻ പോകുന്നത് ചോദിച്ചാൽ എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിൽ കാണിച്ചു കൊടുക്കാനില്ല. അതാണ് നമ്മുടെ സ്ഥിതി. അപ്പൊ നമുക്ക് ഒരു സെന്റർ ഓഫ് എക്സലൻസ് ഇല്ല, ഹയർ എഡ്യൂക്കേഷൻ സെന്റർ എന്ന് പറയുന്നത് ഇല്ല. ഇത് പലപ്പോഴും ഇല്ലാതിരിക്കാൻ കാരണം ദ ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ് ഹവ് ബിക്കം വെരി ബാഡ്. ഓരോ ടീച്ചേഴ്സിനും വ്യക്തമായിട്ട് എന്ത് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട്. നമ്മളിപ്പോൾ ഈ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് ഞാൻ ആദ്യം ചോദിച്ചത് എന്താണ് ഫോക്കസ്, ഒബ്ജക്റ്റീവ് എന്താണ്, സ്കോപ്പ് എന്താണെന്ന് അറിയണം. ആ ഒബ്ജക്റ്റീവും സ്കോപ്പും ഇല്ലാതെ പഠിക്കാൻ തുടങ്ങിയാൽ അവരെവിടെ എത്തില്ല. എബ്രോഡിലൊക്കെ SOP നൽകണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. ഞാൻ എന്തിനാണ് പഠിക്കുന്നത്, എന്തിനാണ് അവിടെ പഠിക്കുന്നത്, ഇത് രണ്ടും കൃത്യമായിട്ട് എഴുതി അഡ്മിഷൻ കിട്ടും. അത് നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിനും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കുറെ കോഴ്സ് തുടങ്ങും, അത് പഠിപ്പിക്കുന്ന ആൾക്കാർക്കും ആ കോഴ്സിനെ കുറിച്ച് വലിയ വിവരം ഉണ്ടാവില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ ഒന്ന് നാഷണൽ, ഒന്ന് സ്റ്റേറ്റ്, ഇവർ തമ്മിലുള്ള അടിപിടി ലഹള, നമ്മൾ സംഭവങ്ങളെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഞാനിപ്പം ഏതെങ്കിലും മലയാളം മീഡിയത്തിൽ പോയിട്ട്, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് മാത്തമാറ്റിക്സ്, പക്ഷെ ആ മലയാളം മീഡിയത്തിൽ പോയിട്ട് ഞാൻ പഠിച്ച മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചാൽ എനിക്ക് വായിക്കാൻ മനസ്സിലായില്ല. കാരണം വിസ്തീർണം മാറി പരപ്പളവാണ്. എനിക്കറിയില്ല ഇതുകൊണ്ടാണോ വിദ്യാഭ്യാസത്തിൽ റെവല്യൂഷൻ ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഓരോരാളും വരുമ്പോൾ ഓരോ മാറ്റങ്ങൾ വരുത്തും. അത് നമ്മൾ അല്ല, നമ്മളിപ്പോ എവിടെ നോക്കിയാലും കുറേ കുട്ടികളൊന്നും കണ്ടില്ലെങ്കിലും ഇന്നിപ്പോ ഒരു 40 കുട്ടികളുടെ 4 കുട്ടികൾ എന്റെ കുട്ടികളായിട്ട് മാറും. അപ്പൊ അവരെ നമുക്ക് മെന്റർ ചെയ്യാൻ പറ്റും, അവരെ നാളെ ഇവിടെ കൊണ്ടുപോകണമെന്ന് പറയാൻ പറ്റും. ഇത് കുറച്ച് അത്യാവശ്യമാണ്. ഒന്ന് ഡിസിപ്ലിൻ, ഒന്ന് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് തീരെ ഇല്ലാത്തൊരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഹൈദരാബാദിലൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് കുട്ടികളെ പഠിപ്പിക്കാൻ. കാരണം അവർക്കൊരു എംബിഷൻ ഉണ്ട്, അവർ വളരെ ഡിസിപ്ലിൻഡ് ആണ്, അവർക്കൊരു ബഹുമാനമുണ്ട്, അവർ നമുക്ക് തരുന്ന ഒരു ഫോക്കസ് ഉണ്ടല്ലോ. നമ്മൾ ഒരു ഡ്രാഗിങ് അറ്റൻഷൻ എന്നൊരു പരിപാടി ഉണ്ട്, നാനേസ് പ്രിൻസിപ്പിൾ. അൺലെസ് ദ ടീച്ചർ കൻ ഡ്രാഗ് അറ്റൻഷൻ യു കനോട്ട്. അപ്പോൾ ആ ഡ്രാഗിങ് അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ സൊസൈറ്റിക്ക് ഡിസിപ്ലിൻ ഇല്ല പലപ്പോഴും. അപ്പോൾ അത് മാറണം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താനല്ല പറയുന്നത്, അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറേ എഫേർട്ട് ഉണ്ട് അതിനകത്ത്. അത്ര എളുപ്പമല്ല. നമ്മളൊരു ഏറ്റവും അധികം നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെവല്യൂഷൻസും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ചുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എഡ്യൂക്കേഷനാണ്. അപ്പം അങ്ങ് ഇന്ത്യയിൽ, വിദേശ രാജ്യങ്ങളുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റിൽ, കേരളത്തിൽ ഉൾപ്പെടെ, ഇന്ന് മറ്റുള്ളവർ ഉൾപ്പെടെയുള്ള കുട്ടികളെ, നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കാണുകയും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും, ഒരു മെന്ററിങ് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു IQ ലെവൽ, അല്ലെങ്കിൽ അവരുടെ ഒരു വേൾഡിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ്, അവരുടെ കരിയറിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണ്? അതായത് കമ്പയറിംഗ് ടു അതർ നേഷൻസ്, അങ്ങ് പറഞ്ഞു കുറച്ചും കൂടി ഇന്റലക്ച്വൽ സൈഡ് കുറച്ച് കൂടുതലാണ്, നമ്മൾ ബുദ്ധിയുള്ളവരാണെന്നൊക്കെ പറഞ്ഞു. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലേക്കാൾ കൂടുതലായിട്ട്
ഇവിടെ കിട്ടുന്നില്ല എന്നൊരു ബോധ്യം ഉണ്ടായിരിക്കുമല്ലോ അവർ പുറത്തേക്ക് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. നമുക്കെന്തായാലും നമ്മുടെ നാടാണ്, നമ്മുടെ രീതികൾ തിരുത്തിയേ പറ്റുള്ളൂ. എന്ത് ചികിത്സയാണ് നമുക്കിതിന് പറ്റുക? ഒന്ന്, ഈ അക്കാഡമിക്കലി ഇപ്പം നമ്മളിപ്പം 12ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടിയോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്ന റിപ്പീറ്റാണ്. എനിക്കറിയില്ല, നെറ്റ്ഫ്ലിക്സിലെ ക്രാഷ് കോഴ്സും കോട്ട ഫാക്ടറിയും തെലുങ്കിലൊരു സിനിമയുണ്ട് പ്രഷർ കുക്കർ എന്നൊക്കെ പറഞ്ഞിട്ട്. എങ്ങനെയെങ്കിലും പാരന്റ്സിന് ഇവരെ ബിടെക്കിന് ചേർക്കുക, അല്ലെങ്കിൽ MBBSന് ചേർക്കുക. അത് കഴിഞ്ഞൊരു ലോകമില്ലല്ലോ. ശരിക്കും കുറേ റിസർച്ച് നടത്തുന്ന കുറേ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 38 നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള സെന്ററാണ്. ഞാൻ ഒരു ഫിസിക്സ് സ്റ്റുഡന്റിനെ കണ്ടിട്ടില്ല എനിക്ക് മാക്സ് പ്ലാങ്കിൽ പോകാനാണ് ആഗ്രഹം എന്ന് പറയുന്നത്. അത് MSc ലെവലിൽ പോലും കണ്ടിട്ടില്ല. നമ്പർ 1. നമ്പർ 2, നമുക്കൊരു ഒരു കുട്ടിയെ സിനിമ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഉടനെ ചോദിക്കും അമിതാഭ് ബച്ചനെ അറിയോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിലാണെങ്കിൽ 4 സിനിമാ നടന്മാരുടെയോ സംവിധായകരുടെയോ പേര് ചോദിക്കാം. ഒരു കുട്ടി ഫിസിക്സ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ 4 സയന്റിസ്റ്റുകളുടെ പേര് പറഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റും തോന്നുന്നുണ്ട് നമുക്ക്. അപ്പൊ നമ്മൾ ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ്? ആ ടീച്ചർ ഇഷ്ടമാണ്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന അല്ല ഇഷ്ടം. അവർക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാകും. അതിനുള്ളൊരു വേദി ഇന്ന് നമ്മുടെ സ്കൂൾസിലില്ല. വളരെ പ്രഷറൈസ്ഡ് ആയിട്ട് പോകുന്നത് കൊണ്ട് ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞൊരു സംഭവമാണ്, ഞാനൊക്കെ പഠിക്കുമ്പോൾ സാഹിത്യ സമാജം ഉണ്ടായിരുന്നു. കുറെ അറ്റ്ലീസ്റ്റ് കുറെ റിലാക്സ്ഡ് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റികളുണ്ട്. ഇന്ന് അതുപോലും ഇല്ല സ്കൂളിൽ. ഇതൊരു കാട്ടിക്കൂട്ടലാണ്. വളരെ തിരക്ക് പിടിച്ച് കുറെ ഇത്രയൊന്നും ബുദ്ധിമുട്ട് പഠിപ്പിക്കാനുള്ള വിഷയമൊന്നും ഇല്ല. ഒരു സിലബസ് തീർക്കുക എന്നുള്ള സബ്ജക്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. വ്യക്തമായിട്ട് ഒരു സംഭവം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് അത് മനസ്സിലാക്കിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ സെൽഫ് ലേണിംഗ് എബിലിറ്റി ഉണ്ടാക്കി കൊടുത്താൽ. അതില്ലാത്തതുകൊണ്ടാണ് കോച്ചിങ്ങിന് പോകുന്നത്. അങ്ങനെ കോച്ചിങ്ങിന് പോയിട്ട് കിട്ടാത്ത ആൾക്കാർ, ഇപ്പൊ ഞാൻ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജ്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, NITയും IIT ഒക്കെ വിടുക, ഐസറും ഒക്കെ വിട്ടു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിന് 3 ദിവസത്തെ പ്രോഗ്രാമിന് ഞാൻ പോയാൽ ആദ്യം ചോദിക്കുന്നത്, ഇവിടെ ഏറ്റവും മാനസിക വിഷമം എഞ്ചിനീയറിംഗ് വേണ്ടായിരുന്നു, ആദ്യത്തെ ചോദ്യം. അങ്ങനെ ഇവിടെ ഇരിക്കുന്നവർ കൈവക്കാൻ പറഞ്ഞ ഒരു 60% അങ്ങനെയാണ്. കാരണം അവർക്കൊക്കെ MBBSന് കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ ചേർന്നത്. അപ്പൊ എപ്പോഴും ആ ഒരു തോന്നലിൽ നമ്മൾ ക്ലാസ്സിലിരുന്നാൽ അവർക്ക് എന്താ പഠിക്കാൻ പറ്റുക? അപ്പൊ എഞ്ചിനീയറിംഗിന്റെ പെർസെന്റേജ് ഓഫ് പാസ് എല്ലാ സബ്ജക്റ്റിലും കോർ എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറായിട്ട് മാറ്റുന്ന ഇന്ത്യയുടെ പെർസെന്റേജ് എത്രയാണെന്ന് അറിയാം? 4%. അത് കേരളത്തിലെ അതിനേക്കാൾ അവതാളാണ്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയ സമയത്ത് 100% പ്ലേസ്മെന്റ് ഏതോ TV-കാരെ അതിനകത്ത് അവാർഡ് കൊടുക്കുക. ഞാൻ ആ പ്രിൻസിപ്പളെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇപ്പൊ ഇത് കൊടുക്കണമെന്ന്? എനിക്ക് അറിയുന്ന കോളേജാണ്. അല്ല, 4 ആളെ പാസ്സായിട്ടുള്ളൂ, 4 ആൾക്കും ജോലി കിട്ടിയത്. 100% ആയല്ലോ. അപ്പൊ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടി ആയാലേ, ഇതാണ് വിദ്യാഭ്യാസം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടത് ക്വാളിറ്റി ആയിട്ടുള്ള കുറച്ച് പേരെ, അത് താല്പര്യത്തോടുകൂടി പഠിക്കാൻ പറ്റുന്ന കുറച്ച് പേരെ അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റിയാൽ നമ്മൾ ഈ ഇപ്പോഴുള്ള എത്രയാ കുട്ടികൾ പോകുന്നത്? 3 ലക്ഷം ആൾക്കാരാണ് അമേരിക്കയിൽ പോകണം പഠിക്കാനേ. എന്റെ മക്കളടക്കം ലണ്ടനിലാണ് പഠിച്ചത്, അമേരിക്കയിലാണ്, അയർലൻഡിലാണ്. എന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സെന്റർ ഓഫ് എക്സലൻസ് കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. എത്രയോ ആൾക്കാർ പോകുന്നു. അതിൽ നിന്ന് മാറ്റം വരുത്തണമെങ്കിൽ ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് ആൾക്കാർ നമ്മുടെ എഡ്യൂക്കേഷനിൽ വളരെ ഹയർ ആണ്, ഹൈ പൊട്ടൻഷ്യൽ ആണെന്നൊക്കെ പറയുമ്പോൾ വൈ ആർ വി നോട്ട് അട്രാക്ട് പീപ്പിൾ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത KL യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു. ഈ കോവിഡ് കാലത്ത് ഓൺലൈനായിട്ട് പഠിപ്പിച്ചാണ്. മാത്തമാറ്റിക്സ് പ്രൊഫസറായിട്ടാണ്. എൻ്റെ സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്. ഞാനവിടെ പഠിപ്പിച്ചത് ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞൊരു പേപ്പറാണ്. നിങ്ങൾക്ക് എങ്ങനെ കോർപ്പറേറ്റ് ജോലി കിട്ടാൻ അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന്. MBA, BTech, MTech അവരൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് ബേസിക് മാത്തമാറ്റിക്സ് പോലും ഇല്ല. അതാണ് സ്ഥിതി. അപ്പോൾ കാരണം നമ്മൾ ഈ ഓരോ കുട്ടികളെയും 2, 3, 4 പാസ്സാക്കുമ്പോൾ അവർക്ക് പരീക്ഷ നടത്തുമല്ലോ. പരീക്ഷ നടത്തിയിട്ട് മാർക്ക് കുറഞ്ഞാലും നമ്മൾ അവരെ പാസ്സാക്കുന്നതിൽ എന്താ അർത്ഥം? എന്താ കാരണം വെച്ചാൽ ഒരു ഡോക്ടർ ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റും എക്സാമിനേഷനും 2 സ്ഥലത്താണ് നടക്കുക. ഒന്ന് എക്സാമിനേഷൻ നടത്തുന്നത് ലാബില്, മെഡിക്കല്, മറ്റൊന്ന് അക്കാഡമിക്സിൽ. ഇപ്പൊ മെഡിക്കൽ ലാബില് ടെസ്റ്റ് നടത്തിയിട്ട് ഒരാളുടെ അസുഖം കണ്ടുപിടിച്ചാൽ ആ കുഴപ്പമില്ല, നീ അടുത്ത വാർഡിൽ പോയിക്കോന്നാ പറയാ. അയാളെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് ചെയ്യുന്നത്. അത് നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം ഇന്ന് നിലവിലുള്ള ഒരു ആധുനിക സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങ് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ ഫൈൻഡിങ്സ്, വ്യക്തിപരമായി അങ്ങ് ആർജിച്ച അറിവിലൂടെ കണ്ടെത്തിയ ഒരുപാട് കണ്ടെത്തലുകൾ വളരെ റെലവൻ്റ് ആണ് പുതിയ ലോകത്ത് പ്രത്യേകിച്ചും. അതുമാത്രം ഒരു ഇന്റർനാഷണൽ പേഴ്സൺ എന്നുള്ള രീതിയിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഒരു ഹൈ അക്കാഡമിക് പ്രൊഫൈലിൽ അങ്ങേക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ
ഫ്യൂച്ചറിനെ കുറിച്ച്, ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ആശങ്കയുണ്ട്, ആകുലതയുണ്ട്. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ കുറച്ച് റെമഡിയൽ മെഷേഴ്സ് ഉണ്ട്, ഒരു റിഡ്രസൽ മെഷേഴ്സ് ഉണ്ട്. അതുകൂടി സൊസൈറ്റിക്കും അതിന് തീർച്ചയായിട്ടും റോളുണ്ട്. പിന്നെ പ്രഷർ കുക്കറുടെ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു, ശരിയാണ്. രക്ഷിതാക്കളുടെ താല്പര്യത്തിന് മക്കളെ ഇമ്പോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ചുറ്റുമുണ്ട്. ഇത് കേൾക്കുന്ന രക്ഷിതാക്കളെങ്കിലും ഒരുപക്ഷെ കുട്ടികളുടെ ടേസ്റ്റ് എന്താണ്, അവര് ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സംഭാഷണങ്ങൾ സഹായിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളിപ്പോൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഡോക്ടർ ടി പി എസ് ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലൊരു ചക്രവാളം വളരെ വളരെ വലുതാവുകയാണ്. എങ്ങനെയുള്ളൊരു വ്യക്തി, ഒരു അന്താരാഷ്ട്ര പ്രതിഭയെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിൽ വലിയൊരു സന്തോഷമുണ്ട്. അങ്ങയുടെ ഈ വളരെ റെലവൻ്റായ വാക്കുകൾ അല്പം നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് തീർച്ചയായിട്ടും തോന്നുകയാണ്. അത് പുതിയൊരു സൊസൈറ്റിക്ക്, നമ്മൾ പ്രതീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലൊരു സൊസൈറ്റി ഉണ്ടാവാൻ എല്ലാവർക്കും പ്രേരകമാകുമെന്ന് കരുതുന്നു. ഇത്രയും നേരം അങ്ങയുടെ വളരെ വളരെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. നമസ്കാരം. 89.6 FM റേഡിയോ മലബാർ കൃഷ്ണകുമാറിന് പ്രത്യേകിച്ച് നന്ദി, നമസ്കാരം. എന്നെ ഇവിടെ എത്തിച്ച വിജിലയും ഓക്കെ. സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത ഉണ്ടല്ലോ, അത്തരം കുറെ ആൾക്കാരാണ് നമ്മളെ അവിടെ ഇവിടെയൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. സോഷ്യൽ ആനിമൽ ആണ്, സോഷ്യൽ ബീയിങ് ആണ്. വി ആർ എ സോഷ്യൽ ബീയിങ്, വി ആർ എ ഹ്യൂമൻ ബീയിങ്. ബീയിങ് ഹ്യൂമൻ ഈസ് ഹ്യൂമൻ ബീയിങ്, ബീയിങ് സോഷ്യൽ ഈസ് സോഷ്യൽ ബീയിങ് ആണ്. വളരെ എളുപ്പമാണ് ഡെഫിനേഷൻ. അപ്പൊ നമ്മൾ ആകെ ഒരു വ്യത്യാസമുള്ളത് മനുഷ്യന് അറിവ് നേടാനും ഒരു ഡിഗ്നിറ്റി ഉണ്ടാവുമല്ലോ. ആ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വിൽ ബിക്കം ഹാപ്പിയർ ആണ് ഉണ്ടാവേണ്ടത്. ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, സന്തോഷം.